ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിൽ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറയുന്നത്. പാസ്റ്റ് ടെൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാമർ ക്ലാസ്സിൻ്റെ ഒരു ഡിസ്കഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാസ്റ്റ് ടെൻസ് അപ്ലൈ ചെയ്തേക്കുന്ന ഒരു 4-5 സ്മോൾ പാരഗ്രാഫ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, യെസ് ഇവിടെയൊക്കെയാണ് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വേർഡ്സിൽ ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇതുകൊണ്ടാണ് ഈ ഒരു ഐഡിയ ആണ് ഞാനിതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം. കംപ്ലീറ്റഡ് ആൻഡ് നോട്ട് ഓൺ ഗോയിങ്, ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കാം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, കംപ്ലീറ്റ് ആണത്. കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അത്. ആൻഡ് നോട്ട് ഓൺ ഗോയിങ്, അതായത് ഇപ്പം നടക്കുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. കംപ്ലീറ്റ് ആണ്, ഓൺ ഗോയിങ് അല്ല, അതായത് ഇപ്പോഴും നടക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് പാരഗ്രാഫ്സ് നോക്കാം. ഫസ്റ്റ് വൺ, യെസ്റ്റർഡേസ് റൂട്ടീൻ, ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഒരു ഷോർട്ട് പാരഗ്രാഫിൽ പറയുന്നതാണ് ആദ്യത്തെ. യെസ്റ്റർഡേ ഐ വോക്ക് അപ്പ് അറ്റ് 6 AM, ഇന്നലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. കണ്ടോ, വോക്ക് അപ്പ് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പാസ്റ്റ് ടെൻസ് എല്ലാം ഞാൻ ബോൾഡാക്കി കൊടുത്തേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. യെസ്റ്റർഡേ ഐ വോക്ക് അപ്പ് അറ്റ് 6 AM. ഓക്കെ, 6 മണിക്കാണ് എഴുന്നേറ്റത്. ഐ എക്സസൈസ്ഡ് ഫോർ an hour, ഞാൻ 1 മണിക്കൂർ നേരത്തേക്ക് എക്സസൈസ് ചെയ്തു. അപ്പോൾ അതെന്താക്കി, എക്സസൈസ്ഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. ആൻഡ് ദെൻ ടുക്ക് എ ഷവർ, അതിനുശേഷം ഞാൻ കുളിച്ചു. കുളിച്ചു എന്ന് പറയാനായിട്ട് ടുക്ക് എ ഷവർ. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയുമ്പോൾ ഹാഡ്. ആൻഡ് ലെഫ്റ്റ് ഫോർ വർക്ക്, വർക്കിന് പോയി. കണ്ടോ, ഈ ഒരു പാരഗ്രാഫിൽ യൂസ് ചെയ്തേക്കുന്ന പാസ്റ്റ് ടെൻസ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വേർഡ്സിനെ മാറ്റേണ്ടത്, ഇത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഒരു അറിയാം. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ചില കൺഫ്യൂഷൻസ് വരാറുണ്ട്. ചിലവർക്ക് ഇത് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റാറില്ല. അതായത് പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടതെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് പ്രസൻറ്റ് ടെൻസോ അല്ലെങ്കിൽ എന്താ പറയുക കണ്ടിന്യൂസ് ടെൻസിലൊക്കെ പറഞ്ഞു പോകുന്നവരുണ്ട്. സോ നമ്മൾ ഇതിനെ പാസ്റ്റ് ടെൻസിലേക്ക് ആക്കുന്നു, അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു എയിം. ഇനി അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. ലാസ്റ്റ് നൈറ്റ്സ് ഡിന്നർ, ലാസ്റ്റ് നൈറ്റ് കഴിച്ച ഡിന്നറിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ. ലാസ്റ്റ് നൈറ്റ് ഐ കുക്ക്ഡ് ഡിന്നർ ഫോർ മൈ ഫാമിലി, ലാസ്റ്റ് നൈറ്റ് ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഡിന്നർ കുക്ക് ചെയ്തു. അപ്പോൾ എന്താണ് കുക്ക്ഡ്. ഐ മെയ്ഡ് പാസ്ത വിച്ച് വെജിറ്റബിൾസ് ആൻഡ് മീറ്റ് സോസ്, കണ്ടോ, ഞാൻ പാസ്ത ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മെയ്ഡ് ആണ് ഉപയോഗിക്കേണ്ടത്, മെയ്ഡ്. വി എയ്റ്റ് ടുഗെദർ, കണ്ടോ, എയ്റ്റ് ടുഗെദർ ഒരുമിച്ച് കഴിച്ചു. ആൻഡ് വാച്ച്ഡ് എ മൂവി, എന്നിട്ട് മൂവി കണ്ടു. കണ്ടോ, ഇവിടെ വന്നേക്കുന്ന വാക്കുകൾ വന്നേക്കുന്നത് കണ്ടോ. യെസ്, ഇനി അടുത്തൊരു പാരഗ്രാഫ് നോക്കാം. ചൈൽഡ്ഹുഡ് മെമ്മറീസ്, വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാനൊരു കുട്ടി ആയിരുന്നപ്പോൾ. കണ്ടോ, വെൻ ഐ വാസ്. ഓക്കെ, ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ എന്ന് പറയാൻ വെൻ ഐ വാസ് എ ചൈൽഡ്. ഐ ലവ്ഡ് പ്ലേയിങ് ഔട്ട്സൈഡ്, ഞാൻ പുറത്തൊക്കെ പ്ലേ ചെയ്യുന്നത് എനിക്കിഷ്ടമായിരുന്നു. സോ അവിടെ എന്താണ്, ഐ ലവ്ഡ് പ്ലേയിങ് ഔട്ട്സൈഡ്, ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ ലവ്ഡ്. ഐ റോഡ് മൈ ബൈക്ക്, ഞാനിങ്ങനെ ബൈക്കൊക്കെ ഓടിക്കുമായിരുന്നു. അപ്പോൾ എന്താണ് റോഡ്. ബൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ ബൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെൻസിലായിരിക്കും. കുട്ടിയായിരുന്നപ്പോൾ ബൈക്ക് ഓടിക്കില്ലല്ലോ എന്തായാലും. എനിവേസ് ഇവിടെ നോക്കാം, ഐ റോഡ് മൈ ബൈക്ക്. കണ്ടോ, അപ്പോൾ റോഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തു. ആൻഡ് പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ്, കണ്ടോ, കുട്ടികളുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പ്ലേ ചെയ്തിരുന്നു. സോ അവിടെ പ്ലേഡ്. വി ഹാഡ് എ ബിഗ് ഗാർഡൻ, ഞങ്ങൾക്കൊരു വലിയ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. കണ്ടോ, ഹാഡ്. വെയർ അവിടെ. വി ഗ്രൂ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കണ്ടോ ഇവിടെ പാസ്റ്റ് ആക്കിയേക്കുന്നുണ്ടോ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ വളർത്തുമായിരുന്നു. അവിടെ പാസ്റ്റ് ആക്കാനായിട്ട് ഗ്രൂ. ഇനി നെക്സ്റ്റ് പറഞ്ഞ് നോക്കാം. ലാസ്റ്റ് വീക്കെൻഡ്സ് ട്രിപ്പ്, ലാസ്റ്റ് വീക്കെൻഡ് പോയ ട്രിപ്പിനെ കുറിച്ചാണ്. ലാസ്റ്റ് വീക്കെൻഡ് ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു ദ ബീച്ച്, ഐ വെൻറ്റ് ഓൺ എ ട്രിപ്പ് ടു ബീച്ച്. ഓക്കെ, ഒരു ട്രിപ്പായിരുന്നു ബീച്ചിലേക്ക്. ഐ വെൻറ്റ്, കണ്ടോ ആ വാക്ക്. ഐ സ്വാം ഇൻ ദ ഓഷ്യൻ, ഓഷ്യനിൽ ഞങ്ങൾ നീന്തി. സ്വാം. ആൻഡ് ബിൽറ്റ്
സാൻഡ് കാസിൽസ്. സാൻഡ് കാസിൽസ് എന്ന് പറഞ്ഞാൽ മണൽ വെച്ച് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കില്ലേ, അതാണ്. കണ്ടോ, ബിൽറ്റ് സാൻഡ് കാസിൽസ്. ഐ ഓൾസോ ട്രൈഡ് സർഫിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ സർഫിംഗ് ചെയ്തു. ട്രൈഡ്. ഇനി സ്കൂൾ ഡേയ്സ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് നോക്കാം. ഐ സ്റ്റഡീഡ് ഹാർഡ് ഫോർ മൈ എക്സാംസ് ലാസ്റ്റ് ഇയറിൽ ഞാൻ നല്ല കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. സ്റ്റഡീഡ്. ഐ അറ്റൻഡഡ് ക്ലാസ്സസ് റെഗുലർലി. ഞാൻ റെഗുലറായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഐ അറ്റൻഡഡ് ആൻഡ് ഡിഡ് മൈ ഹോംവർക്ക് എവറി ഡേ. എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്തിരുന്നു. ഡിഡ്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ഫോംഡ് എ സ്റ്റഡി ഗ്രൂപ്പ് ടു ഹെൽപ്പ് ഈച്ച് അതർ. ഞാനും എൻ്റെ കൂട്ടുകാരും എന്ത് ഫോം ചെയ്തു? സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്തു. കണ്ടോ, ഫോംഡ് എ സ്റ്റഡി ഗ്രൂപ്പ്. എന്തിനാണ്? മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട്. സോ ഇത്രയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പാരഗ്രാഫ്സ്. ഇനിയും ഇപ്പോൾ പറഞ്ഞ പാരഗ്രാഫ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടി നോക്കാം. ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കമൻ്റ് ആയിട്ട് എഴുതാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതിയും കൂടെ പഠിച്ചു എന്നാവും. ഇതിപ്പോൾ കേട്ട് പഠിക്കില്ലല്ലേ, ഇനി കാണുന്നുമുണ്ട്. ഇനി എഴുതിയും കൂടെ പഠിച്ചെന്നാവാനായിട്ടാണ്, നിങ്ങൾക്കത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതൊന്ന് കമൻറ്റ് ചെയ്യുന്നത്. വളരെ നല്ലതായിരിക്കും. ഇനി നോക്കാം. യെസ്റ്റർഡേ ഐ ഡാഷ് അറ്റ് 6 AM. ഇവിടെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. വേക്കപ്പിൻ്റെ പാസ്റ്റ് ആക്കണം. എന്താണെന്നുള്ളതൊന്ന് ഓർത്ത് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിലാണ് ഇത് പറഞ്ഞത്. സെക്കൻഡ് വൺ, ലാസ്റ്റ് നൈറ്റ് ഐ ഡാഷ് ഡിന്നർ ഫോർ മൈ ഫാമിലി. ഓൾറെഡി കുക്ക് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ED ചേർത്ത് എഴുതിയാൽ മതി. വെൻ ഐ വാസ് എ ചൈൽഡ് ഐ ഡാഷ് പ്ലേയിങ് ഔട്ട്സൈഡ്. അഗെയിൻ ഇവിടെ ലവ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ലെറ്റർ കൂടി ചേർത്താൽ മതി. ലാസ്റ്റ് വീക്കെൻഡ് ഐ ഡാഷ് ഓൺ എ ട്രിപ്പ് ടു ദ ബീച്ച്. ഇവിടെ ഗോ ആണ് തന്നിരിക്കുന്നത്. ഗോ എന്നുള്ള വാക്കിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വേറൊരു വാക്കിലേക്ക് ആക്കണം. ഐ ഡാഷ് ഹാഡ് ഫോർ മൈ എക്സാംസ് ലാസ്റ്റ് ഇയർ. ഐ എന്താണ്? സ്റ്റഡി എന്നുള്ള വാക്കിനെ പാസ്റ്റ് ആക്കണം. അപ്പോൾ വൈ കട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ എത്ര ലെറ്റേഴ്സാണ്? ഒരു 3 ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ചെയ്തിട്ട് കേട്ടോ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ പിന്നെ ആൻസർ പറയാത്തത്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് കമൻറ്റിൽ എഴുതാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. താങ്ക് യു.